അല്ല എനിക്ക് ഇനി നിങ്ങളോടത്ത് ഈ നേരം എനിക്ക് ഈ നേരം വരെ സംസാരിച്ചു തന്നെ ഇനി സംസാരിക്കാമല്ലോ. നിങ്ങളൊന്നും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം. നിങ്ങൾ എന്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ. മേഡം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇത് രാവിലെ മുതൽ വാർത്തയായി വിവാദമായി നിൽക്കുന്നു, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്, പല ആളുകളും മേഡത്തിനെതിരെ രംഗത്ത് വരുന്നു. മേഡത്തോടൊപ്പം കലാമേഖലയിലുള്ള ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേഡത്തിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടോ. അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ, അത് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? വിളിച്ചിട്ടുണ്ടാവും, അത് പിന്തുണയാണോ വേറെ എന്തെങ്കിലും ആണോ? എന്തോ ആയിക്കോട്ടെ, എന്നെ ഇനി ആരും കെട്ടണ്ട. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം. മേഡം ആർക്കെതിരെ നിയമപരമായിട്ട് പോവുക? എന്ത് അടിസ്ഥാനത്തിലാണ് നിയമപരം? എനിക്കെതിരെ പോകുമ്പോൾ ഞാൻ അതിന്റെ പുറകിൽ പോകും. ഒന്നുമില്ലേ, ആരൊക്കെ പറഞ്ഞു അയാൾ കേസിന് പോകണമെന്ന്. ഇതിനു മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പഠിത്തിട്ട് പോയി. നിങ്ങൾക്കെതിരെ അയാൾ ഫയൽ, അതിന് എന്താ നല്ല കാര്യമല്ലേ? നിങ്ങൾ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കേണ്ട. ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്താന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷന് നിൽക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാവരും കൂടെ വന്നു, അത്ര തന്നെ. അല്ലാതെ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ, രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ, എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ, കലാകാരന്മാരോട് ഇഷ്ടമുണ്ടായിട്ടോ ഒന്നും അല്ല നിങ്ങൾ വന്നേക്കണത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടെന്നുള്ള ഇവരാരും ഇത്രയും അഹങ്കാര സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. എന്റെ സംസാരം ഇത് എന്റെ വീട്ടിൽ ഇതൊക്കെ എന്താണ്? ഇത് ഞാൻ വിളിച്ചോ? നിങ്ങളെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. ചോദിക്ക്. ഞാൻ മോളിൽ കയറി പോയിട്ട് എന്താ പോയിരുന്നേ? എന്തിനു വന്നത്? എന്തിന്? എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട. ഇല്ലെന്ന് ആ ജോലി അതേ വേണ്ട, എന്റെ വീട്ടിൽ വേണ്ട. ഞാൻ വിളിക്കും. ഇതൊരു TC ഉള്ള സ്ഥലാ. ഇതൊരു TC ആണ്. ഈ സ്ഥലം ഒരു TC ആണ്. എന്റെ സ്ഥലം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ? അത് എന്തോരു വർത്താനം. ഒരുപാട് സ്നേഹിച്ചതാ കുട്ടി, ഒരുപാട് സ്നേഹിച്ചതാ. മതിയായി. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി ഒരു സ്റ്റാൻഡ്, നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരമൊന്നുമല്ല. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ അല്ല കേക്ക്, അതൊന്നുമല്ല ഉണ്ടായിരിക്കട. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കണുള്ളൂ. കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലേ? ആണ്. അതുകൊണ്ട് നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ, പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചേ? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്. അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ. എന്നിട്ട് എടുത്തിട്ടില്ല. അത് തന്നെ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? പിന്നെ രാമോ, നീ എന്നാ കേട്ടെ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണം. ഞാൻ ഇത് പാട്ട് പാടുന്നത് കേക്കണോ നിങ്ങൾക്ക്? രാമോ, നീ വന്നേ. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു, അത്ര തന്നെ. കലാകാരനൊക്കെ അവിടെ ഇട്ടെ. കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമം ഉണ്ടോ? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചേ. മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്?
തല്ലി കളഞ്ഞാ പോവില്ല അവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ, എന്ത് പറഞ്ഞാലും നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, ഇയാൾക്കും ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട്. ഇല്ല, അല്ല അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മയുണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത്, ഇയാൾക്കല്ലേ അമ്മ? പറഞ്ഞ മനസ്സിലായ? ഓ, നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണം എന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അതിശയിപ്പിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു, നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വെളുക്കുമ്പോൾ തുടങ്ങും വല്ലതും കിട്ടാണ്ടോന്ന്. അതൊന്നും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല.